എല്ലാവർക്കും നമസ്കാരം. എല്ലാത്തിനും ഒരു നിയമമുണ്ട്. കെട്ടിട നിർമ്മാണത്തിനും ഒരു നിയമമുണ്ട്. പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റിയിൽ പട്ടണ പ്രദേശങ്ങളിലൊക്കെ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ അല്ലെങ്കിൽ ഷോപ്പുകൾ നിർമ്മിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. എന്തിനാണ് ഈ മാനദണ്ഡങ്ങൾ വെച്ചിരിക്കുന്നത്? ഈ മാനദണ്ഡങ്ങൾ വെച്ചിരിക്കുന്നത് ആ പട്ടണത്തിൻ്റെ ഒരു ഭാവി കണ്ടിട്ടാണ്. കാരണം പൊതുവിൽ നമ്മുടെ ചാലക്കുടി പട്ടണത്തിൽ ഈ മാനദണ്ഡങ്ങൾ എവിടെയാണ് ലംഘിക്കപ്പെടുന്നതെന്ന് അറിയോ? കാർ പാർക്കിംഗ് എന്ന് വെച്ചാൽ പാർക്കിങ്ങിനുള്ള സ്ഥലം പതുക്കെ പതുക്കെ കയറും. സ്കെച്ചിലൊക്കെ അത് കാണിക്കും. സ്കെച്ചിൽ ഈ സംഭവങ്ങളെല്ലാം കാണിക്കും. പക്ഷേ പിന്നീട് എന്താ ഉണ്ടാവണേ? പിന്നീട് ഇത് ഗോഡൗണാക്കി മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് മാറ്റും. ഇത് മാറ്റി കഴിഞ്ഞിട്ട് പലർക്കും കൈമാറും. ഇപ്പം ഞാൻ ഷോപ്പ് പണിയുന്നു, ഞാൻ സ്കെച്ചൊക്കെ കറക്റ്റായിട്ട് വെച്ച് മുനിസിപ്പാലിറ്റിക്ക് കൊടുക്കുന്നു. അതിൽ പാർക്കിംഗ് ഏരിയ ഒക്കെ കാണിച്ചു, കറക്റ്റ് എല്ലാ എഞ്ചിനീയറും അവരൊക്കെ വന്ന് ഒപ്പ് വെച്ചു, എല്ലാ പരിപാടിയും സെറ്റാക്കി. ഞാൻ ഷോപ്പ് തുടങ്ങി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ആ പാർക്കിംഗ് സാധനങ്ങളൊക്കെ മാറ്റി, ഞാനവിടെ വളച്ചെട്ടി ഞാനവിടെ സെറ്റപ്പാക്കി. എന്നിട്ട് ഞാനിത് വേറൊരാൾക്ക് കൊടുക്കണം. ഇതിൽ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കെട്ടിട നിർമ്മാണം ഇതൊക്കെ കാണിച്ച് എനിക്ക് പെർമിറ്റും കിട്ടിയിട്ടുണ്ടാവുന്നു. മനസ്സിലായില്ല? മുനിസിപ്പാലിറ്റീനെ വളരെ തന്ത്രപൂർവ്വം പറ്റിച്ച് ഈ സംഭവം കൃത്യമായിട്ട് തന്നെ പെർമിറ്റും കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് ഞാനിത് എന്ത് ചെയ്യുന്നു? ഞാനിത് വേറൊരാൾക്ക് കൊടുക്കണം. ഈ മേടിക്കണവൻ വല്ല ലോണും എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് ബിൽഡിങ് മേടിച്ച് എന്തെങ്കിലും കച്ചവടം നടത്താനായിരിക്കും വാങ്ങിക്കണേ. ഓൾറെഡി അവനപ്പോൾ ഇത് പെർമിറ്റ് ഉണ്ട്. പക്ഷേ അതിലെന്താ പ്രശ്നം? ഈ ആദ്യം പണി ചെയ്തവൻ ഈ സാധനം പാർക്കിംഗ് ഏരിയ വളച്ചേട്ടി സാധനമാക്കി ആക്കിയിട്ടാണ് കൊടുത്തേക്കണേ. പിന്നെ അവൻ പൊല്ലാപ്പിൽ പെടും. എന്തായിരുന്നാലും നിയമലംഘനമാണ്. നമ്മുടെ ചാലക്കുടി പട്ടണത്തിൽ നമ്മുടെ മെയിൻ റോഡിലൂടെ തന്നെ ഒരു പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ എത്ര ഷോപ്പുകൾ ഇതുപോലെ തന്നെ ഈ പാർക്കിംഗ് ഏരിയകൾ മാറ്റി ചെയ്തിരിക്കണമെന്നറിയോ? ചിലർ പാർക്കിംഗ് ഏരിയകൾ വിറ്റിട്ടുണ്ട്. പാർക്കിംഗ് ഏരിയകൾ വിറ്റ ആൾക്കാരുണ്ടെന്ന് നമ്മുടെ ഈ മെയിൻ റോഡിൽ തന്നെ ഉണ്ടെന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത ഒരു വാർത്ത, ആ വാർത്ത കുറച്ച് ചലനം ഉണ്ടാക്കി, അതിനുള്ള കുറേ പഴികളും ഞാൻ കേട്ടു. എന്തു ആയിക്കോട്ടെ, ഞാൻ ആ വാർത്ത ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാലക്കുടിയിൽ ഏറ്റവും വലിയ വികസനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ ചാലക്കുടി പള്ളിയുടെ തൊട്ടടുത്തുള്ള കനാലിൻ്റെ സൈഡിൽ താമസിച്ചിരുന്ന സോൾബി എന്ന് പറയുന്ന ചേച്ചിനെയും കുടുംബത്തെയും പെട്ടെന്ന് അവിടെ അങ്ങോട്ട് ഒഴിപ്പിച്ചു. അവിടെ അങ്ങോട്ട് വലിയ ഇൻ്റർനാഷണൽ വികസനം വരുന്നു പറഞ്ഞിട്ടാണ്. നിങ്ങളൊന്ന് പോയി നോക്കിക്കോട്ടോ. ആ പാവപ്പെട്ട കുടുംബത്തിനെ ആ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്താണ് JCB ഒന്ന് നിലം പരിശാക്കി. അത് കൂടാണ്ട് അവിടെ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചു. ചാലക്കുടിയുടെ സംസ്കാരം ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട സംഭവം. പടക്കം പൊട്ടിച്ചു. എന്നിട്ട് അവിടെ ഇപ്പോൾ എന്തിട്ട് വികസനം വന്നേക്കണം? നിങ്ങൾ ഒന്ന് പോയി നോക്കിക്കോട്ടെ. കാടും പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ചെയ്യാനായിട്ട് ചാലക്കുടിയിലെ ഭരണാധികാരികൾ ഒറ്റക്കെട്ടായിട്ട് നിന്നപ്പോൾ ഈ ഇറിഗേഷൻ പുറമ്പോക്കിൽ വ്യാപാര സ്ഥാപനം വെച്ച് അതിൻ്റെ പ്രവർത്തനം നടത്തുമ്പോൾ ഞാൻ അന്നൊരു വീഡിയോ ചെയ്തു. ആ സംഭവം അത് വലിയ ചർച്ചയായ സംഭവങ്ങളായി. പക്ഷേ ഞാൻ വസ്തുതകൾ കുറേ കൂടി അറിയാൻ ശ്രമിച്ചു. അപ്പോൾ അതിനുശേഷം മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർമാർ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് വന്ന് ആ വ്യാപാര സ്ഥാപനത്തിൻ്റെ ഓണറുടെ മറ്റൊരു സ്ഥാപനത്തിലേക്ക് കയറി അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ആ വ്യാപാര സ്ഥാപനത്തിൽ പാർക്കിംഗ് ഏരിയകൾ എടുത്തിട്ടുണ്ട്. ഇതാണ് സംഭവം. അപ്പം ഞാനിത് ഈ വിഷയം ഒന്ന് പഠിക്കാൻ നോക്കി. ഇതെന്താണ് സംഭവം? സത്യത്തിൽ ഞാൻ വാർത്ത ചെയ്ത സംഭവം എടശ്ശേരി എടശ്ശേരി സൂപ്പർ മാർക്കറ്റിൻ്റെ തൊട്ട് സൈഡിലുള്ള കനാലിൻ്റെ തൊട്ടടുത്ത് ഒരു നിങ്ങളിപ്പോൾ കാണുന്ന പോലെ ഒരു ചെറിയൊരു ഷോപ്പ് പോലെ സംഭവം ഒക്കെ ഉണ്ട്. ആ ഭാഗം മൊത്തത്തിൽ പുറമ്പോക്കാണ്, ഇറിഗേഷൻ പുറമ്പോക്കാണ്. യാതൊരു സംശയമില്ല. അത് പൊളിച്ചു മാറ്റേണ്ട സംഭവം തന്നെയാണ്, യാതൊരു സംശയമില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം മുനിസിപ്പാലിറ്റി അധികൃതർ കൗൺസിലർമാരും കൂടി ചെന്ന് കയറിയത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വ്യാപാര സ്ഥാപനം അതിൻ്റെ ഉള്ളിലേക്കാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനം മുന്നേ നടത്തിയിരുന്ന ഒരു ചേട്ടൻ, ആ ചേട്ടൻ ഈ പറഞ്ഞ മാതിരി തന്നെ പാർക്കിംഗ് ഏരിയ സാധനങ്ങളൊക്കെ കാണിച്ചിട്ട് പിന്നെ പതുക്കെ ആ സാധനം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ പണിത് സെറ്റപ്പാക്കി അങ്ങേര് ഈ സാധനം പിന്നീട് ഇപ്പോഴത്തെ ആൾക്ക് കൊടുത്തു. ആ കെട്ടിടത്തിന് പെർമിറ്റ് ഉണ്ട്. ഏകദേശം 900 സ്ക്വയർ ഫീറ്റിന് പെർമിറ്റും അതുപോലെ തന്നെ 4.5 സെൻറ്റിൻ്റെ ആധാരവും ഇപ്പോൾ ആ വ്യാപാര സ്ഥാപനത്തിൻ്റെ ഉടമയുടെ കയ്യിലുണ്ട്. അയാളത് റിനോവേഷനായിട്ട് പരിപാടികൾ നടത്താൻ തീരുമാനിച്ചു. അവിടെ എന്തോ സ്ഥാപനം വരാൻ പോകുന്നുണ്ട്. ഈ മുന്നുണ്ടായിരുന്ന ഈ വ്യാപാര സ്ഥാപനം നടത്തിയിരുന്ന ആൾ ഈ വിറ്റ ആൾക്കൊരു ബോണസായിട്ട് അയാൾ തന്നെ ഉണ്ടാക്കിയ ഈ ഇറിഗേഷൻ പുറമ്പോക്കിലുള്ള ഒരു കടയുണ്ട്. ആ കട അയാൾക്ക് കൊടുത്തു. നിനക്കൊരു ബോണസായിട്ട് ഇരിക്കട്ടെ. മനസ്സിലായിണ്ട? ബോണസേ ഇപ്പോൾ ഇറിഗേഷൻ പുറമ്പോക്ക് സ്ഥലമാണ്, നിങ്ങൾക്കൊരു ബോണസായിട്ട് ഇരിക്കട്ടെ. അപ്പോഴാണ് നമ്മുടെ വീഡിയോ വരുന്നത്. അതിക്ക് മുന്നേ അവിടെ നഗരസഭ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ വന്നതിന് ശേഷം അത് കുറച്ചുകൂടി പ്രശ്നങ്ങളായി. ഇപ്പോൾ വാങ്ങിച്ച ആൾ ആ ഇറിഗേഷൻ പുറമ്പോക്കിൽ നിന്ന കടയുടെ മുകളിലെ ഷീറ്റുകൾ 3-4 മാറ്റാൻ നോക്കി. അപ്പോഴാണ് നമ്മൾ ആ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. പക്ഷേ പിന്നീട് ആ സംഭവങ്ങൾ, ആ ഷോപ്പ് അവിടെ തന്നെ നിന്നു. അതിനുശേഷം എന്തോ കച്ചവട സ്ഥാപനം പോലെ ഒരു കാര്യം അതിൽ വന്നു. അത് വലിയ വിവാദം സംഭവങ്ങളായി. മറ്റേ സ്ഥാപനം ഇയാൾ വാങ്ങിച്ച ആധാരപ്രകാരമുള്ള സ്ഥലം വാങ്ങിച്ചതിൽ സത്യത്തിൽ ഇയാളല്ല ആ പാർക്കിംഗ് ഏരിയ വളച്ചുകെട്ടി എടുത്തത്. അത് മുന്നിരുന്ന ആൾ തന്നെ സെറ്റപ്പാക്കി. അതിനുശേഷം ഞാൻ പറഞ്ഞില്ല, സ്കെച്ച് എല്ലാം റെഡിയാക്കി കാണിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഈ സാധനം വാങ്ങിച്ച് പെർമിറ്റ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ അത് കെട്ടിപ്പോക്കും. ഇത് തന്നെയാണ് തൊട്ടപ്പുറത്ത് ഈ സ്ഥാപനങ്ങളുടെയൊക്കെ തൊട്ടപ്പുറത്ത് ഉള്ള സ്ഥാപനങ്ങളും പാർക്കിംഗ് ഏരിയ എന്താ ചെയ്തേക്കണമെന്നുള്ളത് നിങ്ങളൊന്ന് അന്വേഷിക്കുക. എൻ്റെ തൊട്ടടുത്ത് തന്നെ വേറെ സ്ഥാപനങ്ങളുണ്ടല്ലോ, അവരൊക്കെ പാർക്കിംഗ് ഏരിയകൾ എന്താണ് ചെയ്തേക്കണമെന്നുള്ളത് അന്വേഷിക്കണം. അപ്പോൾ എൻ്റെ കൃത്യമായിട്ടുള്ള പോയിന്റ് ഞാൻ ചെയ്തിരുന്നത് ഇറിഗേഷൻ പുറമ്പോക്കിലെ വ്യാപാര സ്ഥാപനത്തെയാണ്. കാരണം ഇത് തന്നെയായിരുന്നു സോൾബി സുനിലിൻ്റെ കേസിലും ഉണ്ടായത്. അപ്പോൾ ഇറിഗേഷൻ പുറമ്പോക്കിലെ സ്ഥാപനം പൊളിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ ഇടയിൽ റിനോവേഷന് ഇയാൾ അപേക്ഷ മുനിസിപ്പാലിറ്റിക്ക് സമർപ്പിച്ചു. അതിന് വേറെ പ്രത്യേകിച്ച് മറുപടി ഒന്നും കിട്ടിയില്ല. തുടർന്ന് ഈ സംഭവം ഇപ്പോൾ ആ പുള്ളിക്ക് സ്റ്റേ ഓർഡർ കിട്ടിയേക്കാം. ഈ സ്റ്റേ ഓർഡർ കിട്ടിയ സമയത്താണ് ഈ കൗൺസിലർമാർ ഇവരെല്ലാവരും കൂടി അതിൻ്റെ അകത്തേക്ക് കയറിയത്. അതിൻ്റെ അകത്തെ ലംഘനം എന്ന് പറയുന്നത് 3 കാറുകൾക്ക് ഇടാനുള്ള പ്ലേസ് അതിൻ്റെ ഉള്ളിൽ ഈ കടയുടെ ഉള്ളിൽ കൂട്ടിച്ചേർത്തുണ്ട്. അതിപ്പോൾ ഉള്ള ആൾ ചെയ്തേക്കണതല്ല, മുന്നേ അത് ഇയാൾക്ക് കൊടുത്ത ആളാണ് ആ സാധനം ചെയ്തേക്കണം. ഞാൻ സത്യത്തിൽ ഈ ചാലക്കുടി പട്ടണത്തിൻ്റെ പല സ്ഥലങ്ങളിലേക്ക് നോക്കുമ്പോഴേ നമ്മൾ ഈ നീതി പല തലത്തിൽ കിടക്കണമെന്ന് തോന്നും.
ഞാൻ പറയുന്നത് ഈ പാർക്കിംഗ് ഏരിയയുടെ വിഷയം ചാലക്കുടിയിലെ എത്ര സ്ഥാപനങ്ങൾ പാലിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരുടെ സംഗതികളൊക്കെ തന്നെ പൊളിക്കണം. അല്ല വേണ്ടേ, ഞാൻ പറയണതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾ തന്നെ പറയും. പാർക്കിംഗ് ഏരിയകൾ വളച്ചു കയറ്റി പൂട്ടി ഗോഡൌണും പാർക്കിംഗ് ഏരിയ വിറ്റ ആൾക്കാർക്കൊക്കെയും കൃത്യമായ നടപടികൾ സ്വീകരിക്കാൻ മുനിസിപ്പാലിറ്റി അധികൃതർക്ക് സാധിക്കുമോ? വെല്ലുവിളിക്കണം, സാധിക്കണം. എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ, ആ ഇറിഗേഷൻ പുറമ്പോക്കിലുള്ള സ്ഥാപനം ഉണ്ട്, ഈ ബോണസായിട്ട് കൊടുത്തു എന്ന് പറഞ്ഞ സംഗതി, ആ ബോണസായിട്ടുള്ള കൊടുത്തു എന്ന് പറഞ്ഞ സാധനം ദയവ് ചെയ്ത് അത് പൊളിച്ച് മാറ്റണം. എനിക്ക് ആ വ്യാപാര സ്ഥാപനം നടത്തുന്ന ആ ചേട്ടനോട് യാതൊരുവിധ ദേഷ്യവും സംഗതിയില്ല. കാരണം ഈ കാലഘട്ടത്തിൽ ഒരു സ്ഥാപനം നടത്താമെന്ന് പറഞ്ഞാൽ നിസ്സാര സംഭവമല്ല. ഞാൻ ആ വാർത്ത ചെയ്യാനായിട്ടുള്ള കാരണം പണ്ട് ഒരു കുടുംബത്തെ ഇതുപോലെ നമുക്കൊക്കെ സങ്കടം തോന്നി. വീട് പൊളിക്കുമ്പോൾ പടക്കം പൊടിക്കാന്ന് പറഞ്ഞാൽ എവിടെയുണ്ട്? അങ്ങനെ ഒരു സംഗതി ആഘോഷിച്ച് ചെയ്ത നഗരസഭാ അധികൃതർക്ക് ഈ ഇറിഗേഷൻ പുറമ്പോക്കിലെ ഈ വ്യാപാര സ്ഥാപനം എന്തുകൊണ്ട് പൊളിച്ചു മാറ്റണില്ല എന്നായിരുന്നു എൻ്റെ വീഡിയോയിൽ ഞാൻ പ്രത്യേകം പറഞ്ഞ സംഭവം. വിഷയം പഠിച്ചപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവണേ. ഈ പാർക്കിംഗ് ഏരിയ അടച്ചു പൂട്ടിയ സംഗതി നിയമലംഘനം തന്നെയാണ്. പക്ഷേ ചാലക്കുടിയിൽ ഞാൻ പറയുന്നത് എത്ര വ്യാപാര സ്ഥാപനങ്ങൾ ഇതുപോലെ പാർക്കിംഗ് ഏരിയ കൃത്യമായിട്ട് ഇട്ടുണ്ട്, അതും പിടിക്കേണ്ടതാണ്. ഏത് ഇപ്പോൾ ഈ പറഞ്ഞ ഈ കൗൺസിലർമാർ കയറിയ വ്യാപാര സ്ഥാപനത്തിന് തൊട്ടടുത്ത് തന്നെ വേറെ കുറേ സ്ഥാപനങ്ങളുണ്ടല്ലോ, അവർക്കൊക്കെ പാർക്കിംഗ് ഏരിയ എവിടെയാണ്? ഇപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു സ്ഥാപനമുണ്ട്, അവരുടെ പാർക്കിംഗ് അവരിലും ഈ പാർക്കിംഗ് ഏരിയ. അപ്പോൾ ഞാൻ കൃത്യമായി പോയിന്റ് ഓഫ് വ്യൂ ചെയ്ത സംഭവമില്ല. ആ ഇറിഗേഷൻ പുറമ്പോക്കിൽ നിൽക്കുന്ന സ്ഥാപനം പൊളിച്ചു മാറ്റണം. അത് തീർച്ചയായിട്ടും ശരിയല്ല. അത് ഈ വ്യാപാര സ്ഥാപനം നടത്താൻ ഉദ്ദേശിക്കുന്ന ചേട്ടൻ അതിൽ ഇടപെടണം. ഞാൻ ഇത്തരം കാര്യങ്ങൾ കുറച്ച് വൈകിയാണ് ഞാൻ ഈ സംഭവങ്ങൾ അറിഞ്ഞത്. അപ്പോൾ എൻ്റെ അടുത്തൊരു 100,000 പേര് എന്ന് പറയുന്നത് എന്നെ ഒരാൾ വണ്ടിമേ കയറ്റിയിട്ട് ഇങ്ങനെ കൊണ്ട് കാണിക്കണം ഓരോ ഷോപ്പുകൾ ഇങ്ങനെ, അതെ ഇതിനെവിടെ പാർക്കിംഗ്, ആ സ്ഥലം പാർക്കിംഗ് വിറ്റ ആളെ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ എന്നെ ബൈക്കിൽ കൊണ്ടിരുത്തി ഈ സംഭവങ്ങൾ കൂടെ കാണിച്ചു തരാം. ഞാൻ ഞെട്ടിപ്പോയി. എന്തിനാണ് ഈ മാനദണ്ഡങ്ങൾ വെച്ചേക്കണമെന്ന് ഒരു പിടിപാടില്ല. ചാലക്കുടി എന്ത് ഓട്ടക്കുടി, എന്നിട്ട് എന്താ അവിടെ ഇവിടെയൊക്കെ പാർക്ക് ചെയ്ത് മൊത്തം ബ്ലോക്കും തവിടുപിടിയും. ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? ഇവിടെയാണ് നമ്മളുടെ മറ്റേ ഡയലോഗ് കാണിക്കുന്നത്, സുരേഷ് ഗോപിയുടെ മാതിരി പുല്ല ഇറങ്ങട ഇവിടുന്ന്, അങ്ങനത്തെ ഡയലോഗ് കാണിക്കുമ്പോൾ നമുക്കൊരു ആവേശം ഉണ്ടാവും. ജനപ്രതിനിധികളോട് സല്യൂട്ട് ചെയ്യും. ഞാൻ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള ശ്രീ അബി ജോർജിനെ ഞാൻ സല്യൂട്ട് ചെയ്തില്ല. ഒരു വാർത്ത അയാൾ മത്സരിക്കാണ്ടിരുന്നപ്പോൾ നിങ്ങൾ സല്യൂട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞ മാതിരി ഞാൻ ഒരു സല്യൂട്ട് ചെയ്യും. പക്ഷെ അത് കാണാനില്ല. മുഴുവൻ മാനദണ്ഡങ്ങളൊക്കെ പൊളിച്ചു. ഈ ഉദ്യോഗസ്ഥരും അതിങ്ങനെ നിന്ന് കൊടുക്കും. എന്നിട്ട് ഈ പഠനം മനസ്സിലായിണ്ടോ? ഇത് മുൻപ് ചെയ്തു വെച്ച ഈ പാർക്കിംഗ് ഏരിയ ഒക്കെ പിടിച്ച് ഈ പരിപാടിയൊക്കെ ചെയ്തു വെച്ച ആളുകൾക്കെതിരെ നടപടി വേണ്ടതല്ലേ? അതാണ് എൻ്റെ ചോദ്യം. എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. ഇറിഗേഷൻ പുറമ്പോക്കിലെ കട അത് അവിടെ നിർത്തുന്നത് ശരിയല്ല. ആ വ്യാപാര സ്ഥാപനം നടത്തുന്ന ചേട്ടൻ അതിൽ എന്തെങ്കിലും ഇടപെടലുകൾ ഉടനെ തന്നെ നടത്തണം. അത് പട്ടണത്തിൻ്റെ വികസനത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള സംഗതിയാണ്. വല്ല റോഡുകളും സംഗതികളൊക്കെ പാരലായിട്ടുണ്ടെങ്കിൽ ഈ ഒടുക്കത്തെ ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും ചേട്ടാ. അല്ലാണ്ട് ചേട്ടനോട് എനിക്ക് യാതൊരു വിധ വിഷമമില്ല. പ്ലീസ് അതിലൊരു ഇടപെടൽ ഉണ്ടായാൽ നല്ലത്. നന്ദി, നമസ്കാരം.